ഹലോ ഒരു എക്സാം ചൂടിലാണ് അല്ലേ? അറിയാം അല്ലേ? ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓണം എക്സാം ഇങ്ങ് എത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏകദേശം ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 11th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എക്സാമാണ്. ഉഴപ്പി നടക്കാനൊന്നും പാടില്ല. ഈ പ്രാവശ്യം ഞാൻ നല്ല കുട്ടിയായിരിക്കും, ഈ ഫുൾ മാർക്ക് വാങ്ങും. അതിനെന്ത് ചെയ്യണം, ഓണപ്പരീക്ഷ മുതലേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കഴിഞ്ഞ പ്രാവശ്യത്തുപോലെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ പഠിക്കാമെന്ന് വെച്ചതുപോലെ ഒരു ഉഴപ്പിന് എന്തില്ല എൻ്റെ ഹയർ സെക്കൻഡറിയിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ച് തുടങ്ങണമെന്നൊക്കെ അറിയുന്ന കുട്ടികളല്ലെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുങ്ങളില്ലേ? ഓക്കെ, അവിടേക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഇത് ചെറിയ രീതിയിലല്ല, ഈ പറഞ്ഞതുപോലെ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് അതിൽ കിട്ടുക, ഓരോന്നിനും എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്ര മാർക്കിൻ്റെ ഒക്കെ വരെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെ രീതിയിലുള്ള ഒരു ചെറിയൊരു മൈൻഡിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഓരോ വീഡിയോസിലായിട്ട് തീർക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ചെയ്യണം. ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ പഠിച്ചാലാണ് ആ ചാപ്റ്ററിന് ഗുഡ് മാർക്ക് കിട്ടുക എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, ചാപ്റ്റർ 3 എത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം എക്സാമിന് വി ആർ എക്സ്പെക്ടിങ് 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ ചോദ്യങ്ങൾ എന്നുള്ളതല്ല, ചാപ്റ്ററിനെ കീറി മുറിക്കലാണ്. ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ 1ാമത്തെ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതും പറയുന്നത്. ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളും കൂടി പറഞ്ഞു പോകാം. ഒരു പെട്ടെന്ന് തന്നെ, ഒരുപാട് സമയം എടുത്തിട്ടല്ല, വളരെ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ആദ്യമായിട്ട് 3rd ചാപ്റ്ററിൻ്റെ പേര് എന്താണ്, വി നോ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ, വലിയ പേരാണെങ്കിലും ചെറിയൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ഓൾറെഡി പ്രൈവറ്റ് കമ്പനീസിൻ്റെ 5 ഡിഫറെൻറ്റ് ഫോംസ് പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം എന്തേ ഓവർ. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസുകൾ ഏതൊക്കെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ബട്ട് 2ാമത്തെ ചാപ്റ്റർ പോലെ തന്നെ വലിയ ചാപ്റ്റർ അല്ല, ചെറിയ ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ പബ്ലിക് എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ 3 തരത്തിലുള്ള പബ്ലിക് എൻ്റർപ്രൈസുകളേ ഉള്ളൂ. ഈ 3 പബ്ലിക് എൻ്റർപ്രൈസുകളാണെങ്കിൽ തന്നെ ഒരുപാടൊന്നും പഠിക്കാനില്ല. എഗെയിൻ ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഓരോന്നിൽ നിന്നും 3 ഈച്ച ടോപ്പിക്സ് വെച്ച് പഠിക്കുന്നു. ഈച്ച് വണ്ണിൽ നമ്മൾ ഒരു 4 or 5 പോയിന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഡൺ. അതെന്തായി, ഈ ചാപ്റ്ററിൻ്റെ 80% കഴിഞ്ഞു. ബാക്കി ഒരു 20% നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഗ്ലോബൽ എൻ്റർപ്രൈസിനെ കുറിച്ചും അതുപോലെ ഗവൺമെൻറ് പോളിസിയും അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടറും. അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കുക, ഗ്ലോബൽ എൻ്റർപ്രൈസിന് കൊടുക്കുക. എന്നിട്ട് ഈ 2 ടോപ്പിക്സിന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ഈ 3 പബ്ലിക് ഓർഗനൈസേഷനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 3 എണ്ണത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ ആണ്. ഓക്കെ, വലുതായിട്ടൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ എന്താണതെന്നും ഇത് 3 തമ്മിൽ ഡിഫറൻസിൽ ചെറിയ കാര്യങ്ങളുടെ ഡിഫറൻസ് ഉള്ളൂ. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്. എവിടെ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ആദ്യം ഓർമ്മയിൽ വരേണ്ടത് അതൊരു മിനിസ്റ്ററുടെ കീഴിലുള്ള ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പോൾ എന്തുണ്ട്, ഇന്ത്യൻ റെയിൽവേ എന്താണ്, റെയിൽവേ മിനിസ്റ്ററാണ് ഇതിന് കൺട്രോൾ ചെയ്യുന്നത്, ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, പാർലമെൻറ്റിൽ നിന്നാണ് കൺട്രോളിങ് വരുന്നത്, അതെന്താണ്, ഫണ്ട് വരുന്നത് എവിടെ നിന്നാണ്, ബൈ ബജറ്റാണ് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിന് ഫീച്ചേഴ്സും മെറിറ്റ്സും കിട്ടി. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് ചെയ്താൽ നമ്മുടെ ലിമിറ്റേഷൻസും ഫില്ലായി. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പഠിക്കാൻ. ഇവിടെ പറയുന്ന സമയത്ത് മെറിറ്റ്സിലും ഡിമെറിറ്റ്സിലൊക്കെ കുറേ പോയിന്റ്സ് 3 എണ്ണത്തിലും ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം ഗവൺമെൻറ് റിലേറ്റഡ് കമ്പനീസ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് കോമൺ പ്രശ്നങ്ങൾ ഈ 3 ഓർഗനൈസേഷൻസിലുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ 3 കോർപ്പറേഷൻസിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു മിനിസ്റ്റർ എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത്. രണ്ടാമതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതെന്താണ്, ബൈ ദ ഒരു പാർലമെൻ്ററി ആക്ട് പാസ്സാവുന്നതിലൂടെ നമുക്ക് വരുന്ന ഓർഗനൈസേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താണ്, മിനിസ്റ്റർ. രണ്ടാമത്തെ എന്താണ്, ബൈ ദ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഓർ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഇതിൽ നിന്ന് പാസ്സാവുന്ന ആക്ട് പ്രകാരം നമുക്ക് വരുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. എഗെയിൻ അതിന് എന്തുണ്ടാവും, കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. നമ്മുടെ KSRTC അതുപോലെ തന്നെ നമ്മുടെ LIC ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചേക്കുക. LICക്കുള്ളത്, KSRTCക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ
വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അവിടെ രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ടേക്കിംഗ് ഫ്രം ദ മിനിസ്റ്റർ ആയിരുന്നു. ഇവിടെ എന്താണ്, ഒരു പാർലമെൻ്ററി ആക്ട് പ്രകാരം. മൂന്നാമതായിട്ട് ഇത് പറയുന്നു ഗവൺമെൻറ് കമ്പനി. ഒന്നുമില്ല, ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. അവിടെ എന്താണ് 51% ഒരു എബവ് ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ ഓണർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത് ആരായിരിക്കണം, ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ ഒരൊറ്റ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്താൽ അതെന്തായി, ഒരു ഗവൺമെൻറ് കമ്പനി ആയി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ITI ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രി ഒക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ ഗവൺമെൻറ് കമ്പനിയിൽ വരുന്നതാണ്. ഇങ്ങനെ എന്ത് ചെയ്യുക, എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുക. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിച്ചിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് പബ്ലിക് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യുക, കുറച്ച് കാര്യം എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, എന്താണുള്ളത്, 3 പബ്ലിക് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, ഡിപ്പാർട്ട്മെൻറ്റ് ടേക്കിംഗ്, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ദി ഗവൺമെൻറ് കമ്പനി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഇതിലത്തെ സെക്കൻഡ് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗം എന്ന എക്കോണമി ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഗ്ലോബൽ എൻ്റർപ്രൈസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് മാത്രമേ പറയാനുള്ളൂ, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്നുമില്ല. അതും നമുക്ക് അനുഗ്രഹമായി. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നു, ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്താണെന്ന് പഠിക്കുന്നു. ഒന്നിൽ കൂടുതൽ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ശരിയാണ്, ഡൺ. ഓക്കെ, അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരു 5 ഫീച്ചേഴ്സും പഠിച്ച് വെച്ചേക്കാം. ഡണ്ണാണ്, ആ ചാപ്റ്ററും സെറ്റായി എന്ന് വെച്ചാൽ ആ ടോപ്പിക്കും സെറ്റായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 പോയിന്റും കൂടിയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടറും ഗവൺമെൻറ് പോളിസിയും. ഈ പബ്ലിക് സെക്ടറിനോടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസി ടുവാർഡ്സ് ദാറ്റ് കമ്പനീസ്. അല്ലേ, നമുക്കറിയാം പബ്ലിക് സെക്ടർ കമ്പനീസൊക്കെ ഒരുപാട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. ഓൾമോസ്റ്റ് ഒരു വിൽപ്പനയ്ക്ക് ഒരുപാട് വിറ്റ് കഴിഞ്ഞു, ഇനി കുറച്ച് കമ്പനീസേ ബാക്കിയുള്ളൂ. അതിനോട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള കുറച്ച് പോയിന്റ്സും കൂടി പഠിച്ചു വെക്കുന്നതോട് കൂടിയിട്ട് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു കൊച്ചു മനോഹര ചാപ്റ്റർ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ, 11th സ്റ്റാൻഡേർഡിലെ 3 ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിർത്താം എന്നുള്ളതാണ്. ഈ 3 ചാപ്റ്റേഴ്സിനെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ചാപ്റ്റർ 1 എന്ത് ചെയ്യുക, ബിസിനസ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇൻഡസ്ട്രി, കൊമേഴ്സ്, ട്രേഡ് റിലേറ്റഡ് സാധനങ്ങൾ പഠിച്ചു വെക്കുക. സെക്കൻഡ് ചാപ്റ്ററിൽ 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പഠിച്ചേക്കുക. അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെ ഒരു 3 പബ്ലിക് ഓർഗനൈസേഷനും ഒരു ഗ്ലോബൽ എൻ്റർപ്രൈസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സെറ്റ് കഴിഞ്ഞു. നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾ എന്തായി, ഓൾ സെറ്റായി എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് വേണോ, കുറച്ച് അടിപൊളി PYQs വേണോ, കുറച്ച് MCQ കാര്യങ്ങളൊക്കെ തരട്ടെ, നിങ്ങൾക്ക് വന്നോളി, എന്തെങ്കിലും ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് എല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ്ലി 100% ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചും അപ്ഡേറ്റഡ് സാധനങ്ങളെ കുറിച്ചുമുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആവും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് പ്രിപ്പറേഷനുമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.